നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് 2 കിലോ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു വഴി പറഞ്ഞു തരട്ടെ? അതോ ഈ മെത്തേഡ് ഉപയോഗിച്ചെന്നാൽ കാര്യമായിട്ട് ഒരു സൈഡ് ഇഫക്ട്സും ഉണ്ടാകത്തില്ലെന്നുള്ളതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. ഞാൻ പരീക്ഷിച്ച് നോക്കിയ ഒരു കാര്യമാണ് ഇത് കേട്ടോ. കൂടാതെ ഇത് നാച്ചുറോപ്പതിയിലെ ഒരു ചികിത്സാ രീതിയും കൂടിയാണ്. അപ്പോൾ ആ ജ്യൂസ് ഡയറ്റിനെ പറ്റിയും ഒരു ദിവസത്തെ മെനുവിനെ പറ്റിയും ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും ഇത് കാണണം കേട്ടോ. ശരിക്കും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണിത്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. എൻ്റെ കാര്യം പറഞ്ഞെന്ന ഒരു വെക്കേഷൻ ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ കണിശമായിട്ട് ഒരു 2 കിലോ എങ്കിലും വെയിറ്റ് കൂടും. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞെന്നാൽ, പ്രത്യേകിച്ച് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ, കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡല്ലേ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഫാഷൻ ഒരു 2 സ്പൂൺ എടുത്ത് കഴിച്ചിട്ട് പോകുന്നതൊക്കെ ചില ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ശരിക്കും അങ്ങ് തട്ടും. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞേച്ച് കണ്ണാടിയിൽ ഇത് നോക്കുമ്പോഴാണ് അവിടെ ഇവിടെ എല്ലാം ബൾജസ് കാണാം. എന്നാ ഒരു വിഷമമെന്നറിയാമോ? അപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ കഴിച്ചെന്ന് ഓർത്തു പോകും. പിന്നെ എന്തോരം പാടുപെട്ടിട്ടാണെന്നറിയാമോ അതെല്ലാം ഒന്ന് കുറച്ച് നോർമലാകുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് നോർമലാകുമ്പോഴത്തേന് അടുത്ത ട്രിപ്പിന് പോകാനാവും. ഇപ്പം ഇത് തന്നെ റൊട്ടീൻ. എൻ്റെ ഈ അനുഭവം പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ നാച്ചുറോപ്പതിയിൽ ചെയ്യിപ്പിക്കുന്ന ഫലവത്തായിട്ടുള്ള ഒരു ജ്യൂസ് ഡയറ്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് ജ്യൂസ് ഫാസ്റ്റിംഗ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ നാച്ചുറോപ്പതിയിൽ 3 ദിവസം മുതൽ ഒരാഴ്ച വരെയാണ് ഈ ജ്യൂസ് ഡയറ്റ് അവർ റെക്കമെൻഡ് ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും. ഞാൻ നാച്ചുറോപ്പതിയിൽ പോയപ്പോൾ ഈ ജ്യൂസ് ഡയറ്റ് എടുത്തേ ഇല്ല. കാരണം എനിക്ക് എൻ്റെ വെയിറ്റ് അത്രയും കുറയ്ക്കണ്ടെന്നും പറഞ്ഞ് ഹസ്ബൻഡ് ഒരാഴ്ച എടുത്തു. ഹസ്ബൻഡിൻ്റെ 4 കിലോ ആണെന്ന് കുറഞ്ഞത്. ഒരു കുഴപ്പം പറ്റിയില്ല കേട്ടോ. പക്ഷെ എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, കഴിഞ്ഞ 3 ദിവസം ഞാനും ഹസ്ബൻഡും കൂടി ഈ ജ്യൂസ് ഫാസ്റ്റിംഗ് നടത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ 2 കിലോ എൻ്റെ അത് കുറഞ്ഞു. 3 ദിവസം ഞാൻ എടുത്തുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊന്ന് ചീറ്റ് ചെയ്യുകയും ചെയ്തു. ചക്ക വേവിച്ചത് കണ്ടപ്പോൾ അത് കഴിക്കുകയും ചെയ്തു. അങ്ങനെ 3 ദിവസം കൊണ്ട് നമ്മുടെ വെയിറ്റ് കണിശമായിട്ട് 2 കിലോ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ജ്യൂസ് മാത്രം കുടിച്ച് എങ്ങനെ ജീവിക്കും? തല കറങ്ങത്തില്ലേ? ക്ഷീണം ഉണ്ടാകത്തില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നത്തില്ലേ? ഈ ജ്യൂസ് ഡയറ്റിങ് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണം തോന്നും കേട്ടോ. കാരണം അതുവരെയും നമ്മൾ അത്രയും നല്ലപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഓൾ ഓഫ് എ സഡൻ ജസ്റ്റ് ജ്യൂസ് ഡയറ്റ് മാത്രം ആകുമ്പോഴത്തേന് ഒരു ക്ഷീണം തോന്നും. അപ്പം സാരമില്ല, അപ്പം എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും വേറെ കുടിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ മാത്രം മതി, ആ ക്ഷീണം അങ്ങ് മാറും. 2ാമത്തെ ദിവസം തൊട്ട് നമുക്ക് നല്ലൊരു എനർജി കിട്ടും. മൈൻഡെല്ലാം നല്ല ക്ലിയർ ആയിട്ട് വരും. ഒരു ക്ഷീണവും തോന്നത്തില്ല, ഒന്നും തോന്നത്തില്ല. വളരെ ഈസി ആയിട്ടായിരിക്കും. കാരണം ജ്യൂസ് അടിച്ചിട്ടേ കുടിച്ചാൽ മാത്രം മതിയല്ലോ. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലതാനും, ചവയ്ക്കണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അത് ഭയങ്കര നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ക്ഷീണം ആദ്യത്തെ ദിവസം നമുക്ക് ക്ഷീണം തോന്നുവാണെങ്കിൽ നാരങ്ങാ വെള്ളമോ ഇച്ചിരി ഉപ്പും ചേർത്ത് നാരങ്ങാ വെള്ളമോ അല്ലെങ്കിൽ കരിക്കിൻ വെള്ളമോ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ആ ക്ഷീണം അപ്പോഴേ പമ്പ് കിടക്കും. ശരിക്കും പറഞ്ഞാൽ 3 ദിവസത്തെ ഈ ജ്യൂസ് ഡയറ്റിങ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിർത്താനേ തോന്നിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷവും ഉണർവും ഉണ്ടായി. കൂടാതെ നമുക്ക് വെയിങ് സ്കെയിലിൽ കയറുമ്പോഴത്തേന് ഭയങ്കര സന്തോഷവും വരും. കാരണം വെയിറ്റ് എങ്ങനെ കുറയുന്നത്, ദിവസവും കുറയുന്നത് കാണുമ്പോഴത്തേന് ഭയങ്കര ഒരു സന്തോഷവും തോന്നും. അപ്പോൾ ഈ ജ്യൂസ് ഡയറ്റിനെ കുറിച്ച് പറയാം. അതിന് മുമ്പായിട്ട് പറയട്ടെ, നമുക്ക് ബ്ലഡ് ഷുഗറിൻ്റെ ഒരുപാട് ഫ്ലക്ച്വേഷൻ ഒക്കെ ഉള്ളവരൊക്കെയാണ് എങ്കിൽ കണിശമായിട്ടും അതൊന്ന് നല്ലപോലെ വാച്ച് ചെയ്യണം കേട്ടോ. ഒരു ജ്യൂസ് ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലഡ് ഷുഗർ എന്തുമാത്രം ആകുന്നുണ്ട്, അത് ഒരുപാട് കൂടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കണിശമായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് വേണം കേട്ടോ. കാരണം എല്ലാവരുടെ ശരീരഘടനയും മെറ്റാബോളിസവും ഒന്നും സെയിം അല്ല. അപ്പോൾ ഓരോരുത്തർക്കും ചിലർക്ക് നല്ലതായിരിക്കുന്നത്, ചിലർക്ക് നല്ലതാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ശരിക്കും വാച്ച് ചെയ്തിട്ട് വേണം ഇത് ഫോളോ ചെയ്യണമെങ്കിൽ ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒബ്സർവ് വാട്ട് യു ആർ ഡൂയിങ്. അപ്പോൾ ഡയറ്റ് പറയാം. രാവിലെ 6 മണിക്ക് 1 ഗ്ലാസ് കുമ്പളങ്ങ നീര് കുടിക്കണം. ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1 കപ്പ് 240 ml കുമ്പളങ്ങ നീര് രാവിലെ കുടിക്കാം. അത് കഴിഞ്ഞ് 8 മണിക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് 300 ml ജ്യൂസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാൻ ജ്യൂസ് ഒന്നും അരിക്കത്തില്ല. ഞാൻ 1 ആപ്പിളും 1 റോബസ്റ്റ പഴവും പിന്നെ 1 സ്മോൾ പെയറും കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒട്ടും അത് അരിച്ച് കളയാതെ അതോടെ അതിൻ്റെ ആ തരിതരിപ്പോട് തന്നെയാണ് കുടിച്ചത്. കാരണം അതിനകത്തെ ഫൈബറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ജ്യൂസായിട്ട് മാത്രം എടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ജസ്റ്റ് ജ്യൂസ് മാത്രമല്ല ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടും. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ജ്യൂസ് മാത്രമായിട്ട് എടുത്ത് കുടിക്കാനായിട്ട് നോക്കരുത്. ഫ്രൂട്ട് അടിച്ചു കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു കാരണവശാലും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ജ്യൂസ്, റെഡിമെയ്ഡ് ജ്യൂസ് കുടിച്ച് തുടങ്ങരുത്. കാരണം അതാണ് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, ആഡഡ് ഷുഗർ കാണും. അതുകൊണ്ട്
കുടിച്ചാലൊന്നും ഒരു ഗുണവും കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം. ഒരാപ്പിളും ഒരു റോബസ്റ്റ പഴവും പിന്നെ ഒരു പേറും കൂടി എടുത്ത് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇടാം അതിനകത്ത്. അപ്പം നല്ല ഒരു സ്മൂത്തി പോലെയുള്ളതായിട്ട് വരും. ഇല്ലെങ്കിലും സാരമില്ല, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് അതൊരു 600 ml ഉണ്ടോയെന്നൊന്ന് നോക്കണം. കാരണം 2 പേർക്ക് കുടിക്കാനുള്ളതാണ്. കുറച്ചുകൂടെ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ 300 ml ആയിട്ട് 2 പേർക്ക് കുടിക്കാനായിട്ടുള്ളതുണ്ട്. അതാണ് ഞങ്ങൾ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനകത്ത് നിങ്ങൾ ഷുഗറോ ഹണിയോ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നീ ഒട്ടും ഇല്ലെന്ന് പറയുവാണെങ്കിൽ ഒരു ടീസ്പൂൺ ഹണി വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുകൊണ്ട് ചെയ്യാതിരിക്കുക നല്ലത്. കാരണം നമ്മൾ ഓൾറെഡി കാർബ്സ് തന്നെയാണ് ഈ കുടിക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഷുഗർ ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ 10 മണിക്ക് നമ്മൾ 240 ml 240 ml നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം. അത് കഴിഞ്ഞാൽ 12 മണിക്ക് 5-ന് പകരമായിട്ടും ആ 300 ml ജ്യൂസ്. ഈ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും രാവിലെ നമ്മൾ ആപ്പിളും പഴവും പേറും കൂട്ടിയാണ് ഒരു ജ്യൂസ് കുടിച്ചെങ്കിൽ ഇതിൽ പൈനാപ്പിൾ ചേർക്കാം, മാംഗോ ചേർക്കാം, പപ്പയ ഉപയോഗിക്കാം, ബെറീസ് ഉപയോഗിക്കാം. അത് നിങ്ങൾക്കുള്ളതാണ് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട് വേണേലും ഉപയോഗിക്കാം. അപ്പോൾ കണ്ടമാനം ഒത്തിരി ഫ്രൂട്ട്സ് ഇട്ടല്ലേ വേണ്ടിയത്. ഇപ്പം ഞാൻ മുമ്പേ ഒരളവ് പറഞ്ഞല്ലോ, ഒരാപ്പിള്, ഒരു പഴം, ഒരു പെയർ. അപ്പോൾ ആ ഒരു കണക്കിന് അത്ര ഇട്ടിട്ട് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് നിങ്ങൾ 300 ml ഒരു ജ്യൂസ് കുടിക്കണം. ഞാനിത് 2 പേരുടെ പേർക്കാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ 2:30 മണിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു 240 ml മോരുവെള്ളം കുടിക്കാം. അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ ക്യാരറ്റ് ജ്യൂസോ അല്ലെങ്കിൽ ABC ജ്യൂസോ ഏത് വേണമെങ്കിലും നമുക്ക് ഒരു 240 ml കുടിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 5 മണിക്ക് ഇതുപോലെ നമുക്ക് ഒരു കരിക്കിൻ വെള്ളം കുടിക്കാം. കരിക്കിൻ വെള്ളം ഉണ്ട്, ഒരുപാട് നല്ലതാണ് കേട്ടോ. അതിനകത്തെല്ലാം ഒരുപാട് മിനറൽസും എല്ലാം ഉണ്ട്. കാൽസ്യവും പൊട്ടാസ്യവും സോഡിയവും എല്ലാം മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയതാണ് ഈ കരിക്കിൻ വെള്ളം. അപ്പോൾ അത് കുടിച്ചെന്നാൽ ഒരുപാട് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് നാരങ്ങാ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കാനായിട്ട് ഓർക്കണം. അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് നമ്മുടെ ഡിന്നർ ടൈം. അന്നേരവും നമ്മൾ ഒരു 300 ml ഫ്രൂട്ട് ജ്യൂസ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തണ്ണിമത്തൻ്റെയോ മാംഗോയുടെയോ. ഇപ്പം മാംഗോ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് മാംഗോ എടുക്കരുത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ആപ്പിളോ അല്ലെങ്കിൽ പേരയ്ക്കായോ എന്നതെങ്കിലും കൂടെ ചേർക്കണം. കാരണം മാംഗോ തന്നെ ആകുമ്പോഴത്തേന് അതിന് ടൂ മച്ച് ഷുഗർ കണ്ടന്റ് ആണ്. അപ്പോൾ അതൊന്ന് നോക്കി വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. അതും കുടിക്കും. അത് കഴിഞ്ഞിട്ട് കിടക്കാൻ നേരം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് 1 കപ്പ് അല്ലെങ്കിൽ 240 ml പുതിനയുടെ ചായ കുടിക്കാം. അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിച്ചെന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 9 മണിക്ക് കുടിച്ചെന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡിൻ്റെ ജ്യൂസ് കുടിക്കാം. 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ജസ്റ്റ് ഇച്ചിരി വെള്ളവും ചേർത്ത് നല്ലപോലെ അടിച്ചിട്ട് അതിനകത്തോട്ടൊരു 300 ml വെള്ളവും കൂടെ ചേർത്ത് കുടിച്ചെന്നാലും ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു മെനു കുടിച്ചെന്നാൽ നമ്മുടെ ഷുഗർ ഒന്നും വലുതായിട്ടൊന്നും സ്പൈക്ക് ആകത്തില്ല. കാരണം ഞങ്ങൾ നോക്കിയതാണ്. ഞാൻ ഒരു പ്രീ ഡയബറ്റിക് ആണെന്നും പറഞ്ഞ് ഷുഗർ കൂടുമെന്നും പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാച്ചുറോപ്പതി പോയപ്പോൾ അവർ പറഞ്ഞ് ഇല്ല കൂടത്തില്ല എന്നും പറഞ്ഞിട്ട് എല്ലാ നേരവും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും കൂടിയിട്ടില്ല. കാരണം നമ്മൾ നെല്ലിക്കാനീര് കുടിക്കുന്നുണ്ട്, പാവയ്ക്കാനീര് കുടിക്കുന്നുണ്ട്, പിന്നെ കുമ്പളങ്ങാനീര് കുടിക്കുന്നുണ്ട്, ഈവൻ പടവലങ്ങാനീര് പോലും കുടിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ ആ ഷുഗർ അത്ര വലിയ സ്പൈക്ക് ഒന്നും ആകത്തില്ല. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും മെറ്റാബോളിസവും എല്ലാം വ്യത്യാസമാണ്. അതുപോലെ നിങ്ങളുടെ ഡയബറ്റീസ് ഏത് സ്റ്റേജിൽ നിൽക്കുന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഉള്ളവർ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോണം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളും കഴിക്കുക. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണേ. ബ്ലഡ് ഷുഗറിന് പ്രശ്നമുള്ളവരാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അത് ഓൾട്ടർ ചെയ്യാമല്ലോ. അപ്പോൾ എന്നെ പോലെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 2 എക്സ്ട്രാ കിലോസ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലൂസ് ചെയ്യാനായിട്ട് ഒന്നാമത്തെ ഒരു മെത്തേഡാണ് ഈ ജ്യൂസ് ഡയറ്റ്. അതുപോലെ തന്നെ ഈ ജ്യൂസ് ഡയറ്റ് ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒന്ന് ഡീറ്റോക്സ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഫുൾ ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അതിനകത്ത് ഷുഗർ എന്ന് പറഞ്ഞാൽ ഷുഗർ കണ്ടന്റ് വന്നിട്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയ ഷുഗർ കണ്ടന്റ് മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൂടെ കുറേ നാൾ കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാര്യമായിട്ട് പ്രോട്ടീൻ ഒന്നും ഇല്ല, വെരി മിനിമൽ ആയിരിക്കും. പക്ഷേ നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആണ് ഞാൻ പറയുന്നത് 5 ദിവസത്തിലൊന്നും കൂടുതലൊന്നും ആരും ചെയ്യരുത്. കാരണം നമുക്ക് പ്രോട്ടീൻ വേണം. അതുപോലെ സ്റ്റബേൺ ബെല്ലി ഫാറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെന്നാൽ നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ എക്സസൈസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.